ടിപ്സ് അല്ല, പെൺപിള്ളേരുടെ ടിപ്സാണ്. അത് കിടന്ന് ചൊറിയാൻ നിൽക്കരുത്. ചൊറിയുന്നവർക്കും ഇതിൽ ഞാൻ അവസാനം മറുപടി പറഞ്ഞു തരും. നമ്മളെപ്പോഴും യൂറിൻ പാസ് ചെയ്യുമ്പോൾ കഴുകുക. ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ കഴുകുക. ബാക്കിലാണ് കഴുകേണ്ടതാണ് കേട്ടോ, സോപ്പിട്ടിട്ട്. അത് കഴുകി ഫ്രണ്ട് നമ്മൾ സോപ്പെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഫ്രണ്ട് കഴുകിക്കോ. കഴുകണ്ടെന്നല്ല, കഴുകിക്കോ. സോപ്പിടുന്നത് ബാക്കിലായിരിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം കൈയൊക്കെ വാഷ് ചെയ്യുക. കുളിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ അത് കഴിഞ്ഞ് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പനി, ഹൈ ഫീവർ, ഹൈ ഫീവറായി അഡ്മിറ്റായി ഒന്നും പറയേണ്ട, ഭയങ്കര സീനായിരിക്കും. അതുകൊണ്ടായി പറയുന്നത്. അവിടെ മൊത്തം സെൻസിറ്റീവ് ഏരിയയാണ്. അപ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയ നശിച്ച് നല്ല ബാക്ടീരിയ മൊത്തം നശിക്കും. കാരണം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, ഞാൻ 24 hours പോയി കഴിഞ്ഞാൽ ഞാൻ പറയട്ടില്ല, എനിക്കെപ്പോഴും കുളി. ഒരു ദിവസം 4-5 കുളി എനിക്കുണ്ട്. ഇപ്പോഴും ഒരു 3 കുളി എന്തായാലും സുഖമായിട്ടുണ്ട്. അപ്പോൾ എനിക്കിതുപോലെ ഞാൻ യൂറിൻ പാസ് ചെയ്യുമ്പോഴെപ്പോഴും സോപ്പിടൽ. എപ്പോഴും ബാത്റൂമിൽ കയറുന്നു, സോപ്പിടുന്നു, ഇന്നർ ഊരി മാറ്റുന്നു. എനിക്കൊന്ന് തറപ്പാണ്. പിന്നെ അപ്പോഴേ ഡോക്ടർ എന്നോട് പറഞ്ഞത്, അവിടെ നല്ല ബാക്ടീരിയ മൊത്തവും നശിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ കാരണം കൊണ്ട്. അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യരുത്. ഇനി ഇയാൾ മനസ്സിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലിപ്പോഴും എനിക്കൊരിതുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വാഷ് ചെയ്യും. സോപ്പിടാണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ വാഷ് ചെയ്യും. പിന്നെ ഞാൻ ഒന്ന് ഷവറിലൊക്കെ നിന്ന് കുളിച്ചിട്ടൊക്കെ ഇറങ്ങുള്ളൂ കേട്ടോ, ഒരു സമാധാനത്തിന് എനിക്ക്. അപ്പോൾ നമുക്ക് അഥവാ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ചൊറിച്ചിൽ വന്നു തുടങ്ങിയാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? വെളിച്ചെണ്ണ തേക്കുക. അതിലും ഓക്കെ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കറ്റാർ വാഴയില്ലേ, ആ കറ്റാർ വാഴേൻ്റെ പിന്നെ അകത്ത ജെല്ലില്ലേ, അതവിടെ തേച്ച് കൊടുക്കുക. അപ്പോൾ കുറേ നമുക്ക് യൂസ്ഫുൾ ആവും. അവിടെയും കുറച്ച് അകത്തോട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിലൊന്നും 2 ദിവസം അതിൽ നിന്നൊന്നും മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം കേട്ടോ. കാരണം ഞാൻ ഡോക്ടറൊന്നുമല്ല, എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കത് യൂസ്ഫുൾ ആവാറുണ്ട്. പിന്നെ പാഡഡ്, എനിക്ക് കോട്ടൺ പാഡേ പറ്റുള്ളൂ. പീരീഡ് സമയത്ത് കോട്ടൺ പാഡേ എനിക്ക് പറ്റുള്ളൂ. പക്ഷേങ്കിൽ ഈ കോട്ടൺ പാഡ് അരമണിക്കൂറേ നിൽക്കുള്ളൂ. അറിയാലോ, അരമണിക്കൂർ 1 hour കഴിയുമ്പോൾ വീണ്ടും അത് ഫില്ലാവും, വീണ്ടും മാറ്റണം. കോട്ടൺ പാഡ് ആ ഒരു വ്യത്യാസം. മറ്റേതാണെങ്കിൽ കുറേ നേരം നിൽക്കും. പക്ഷേ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും മറ്റേ പാഡല്ലേ യൂസ് ചെയ്യുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും വീണ്ടും ചൊറിച്ചിൽ. അപ്പോഴും എന്നോട് ഡോക്ടർ പറഞ്ഞു മറ്റേത് എന്താണ്, കപ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞു, മെൻസ്ട്രുവൽ കപ്പ്. ഞാൻ പക്ഷേ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കതെന്തോ പേടി, ഉള്ളിലോട്ട് കയറ്റി തിരിച്ച് വരാണ്ടായി പോകുന്നു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു അതൊന്നുമില്ല എന്ന് പറഞ്ഞു. ചെയ്യുന്നവർ പറയുന്നത് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. പിന്നെ ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ഇത് തിരിച്ച് വലിക്കുമ്പോൾ പിന്നെ യൂട്രസ് വലിയുന്നു, അങ്ങനെ എന്തൊക്കെയോ കേട്ടു. തെറ്റാണെങ്കിൽ ഡോക്ടർമാർ എന്നെ അടിക്കരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയല്ലേ, അത് ഇങ്ങനെ ഒരു വലിക്കുകയല്ലേ. അപ്പം എനിക്ക് തോന്നി ഇനി എൻ്റെ യൂട്രസ് എങ്ങാനും താണു വരുമോ എന്നൊക്കെയുള്ള ഇത്. എന്തായാലും ഞാനത് യൂസ് ചെയ്തില്ല. എന്നോട് അത് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. പിന്നെ പീരീഡ് സമയത്ത് എനിക്ക് ആ പാഡ് യൂസ് ചെയ്യാനേ പറ്റില്ല. നിങ്ങൾക്ക് പീരീഡ് സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചൊറിച്ചിൽ വരികയാണെങ്കിൽ ചിലർക്ക് അറിയാതെ ഉണ്ടാവും. കാരണം ചിലർക്ക് ചിലപ്പോൾ ഇങ്ങനെ പാഡ് എന്തുകൊണ്ടാണ് നമുക്ക് ചൊറിച്ചിൽ ചിലർക്ക് അറിയാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക് നിങ്ങൾ. ഞാൻ ഇതിനെക്കുറിച്ച് കമൻ്റ് ഇടാൻ വരുന്ന ചേട്ടന്മാരോട്, ചേട്ടാ, അമ്മമാർക്ക് 50 വയസ്സ് കഴിയുമ്പോൾ പീരീഡ്സ് നിൽക്കൂലേ, അവർക്കിത് എപ്പോഴും ഉണ്ടാവും, മനസ്സിലായോ? ചേട്ടന്മാർ ചൊറിയണ്ട. ചേട്ടന്മാരൊന്ന് അവരെ പുറകെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പാവം, അവർ ചൂടുവെള്ളം കൊണ്ട് കഴുകിയാൽ നടക്കുന്ന കഷ്ടം. അത് മിക്ക അമ്മമാർക്കും ഉണ്ട്. അപ്പോൾ ചേട്ടനൊരു കാര്യം ചെയ്യാം, അമ്മ ഈ കറ്റാർ വാഴേൻ്റെ ജെല്ലൊന്ന് അമ്മ തേച്ച് കൊടുക്കുന്ന പറയും. ഒരിക്കലും അത് തെറ്റല്ല, മനസ്സിലായോ? കമൻ്റ് ഇടാനും ചൊറിയാനും വരുന്നവരോടാണ്. നിങ്ങളെ ഭാര്യയ്ക്കും പെങ്ങൾക്കും അമ്മമാർക്കും എല്ലാം ഉണ്ട്. അമ്മമാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപകാരം ഭാര്യനോട് പറഞ്ഞിട്ടോ, എടി ഇതൊന്ന് കറ്റാർ വാഴേൻ്റെ ജെല്ല് അമ്മയ്ക്കൊന്ന് കൊണ്ടു കൊടുക്കുക. നിങ്ങളൊന്ന് അവർ രഹസ്യമായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടാ. ചൊറിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതേ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്.
ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത സാധനമൊന്നുമല്ലല്ലോ, ഇത് ശരീരത്തിലുള്ള സാധനം തന്നെയാണ്. കുറച്ച് ചൊറിച്ചിലുള്ള പിള്ളേരുമുണ്ട്, മനസ്സിലായി, പെൺപിള്ളേരും ഉണ്ട്. ഇതൊക്കെ ഇവളെന്തിനാ പറയണേന്ന്, ഇതൊക്കെ എന്തിനാണ് വിളിച്ചു വയ്ക്കേണ്ടത്? ഇതൊക്കെ എന്താ ഡോക്ടർമാർ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുണ്ടോ? ഡോക്ടർക്ക് മാത്രമേ ഈ വക കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ, ഡോക്ടർ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്? ചൊറിയുന്നതേ, ആ ചൊറിച്ചിലൊക്കെ അവിടെ ഇരുന്നങ്ങ് ചൊറിഞ്ഞാൽ മതി കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും.